എന്നാലും എന്റെ കൂടെ ബോക്സ് വരയ്ക്കുക. പെൻസിലുകളുടെ പേന കൊണ്ട് വരയ്ക്കുക. ആ ബോക്സ് നമുക്ക് ഇങ്ങനെ വായിക്കാം. അതില് ഈ 11 എന്ന ഈ നമ്പറിനെ നമുക്ക് 10, 1 എന്നിങ്ങനെ മാറ്റാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആദ്യത്തെ ഇവിടെ നമുക്ക് 10 കൊടുക്കാം, രണ്ടാമത് 1 കൊടുക്കാം. അതേപോലെ ഇവിടെയും 10 ഇവിടെ എഴുതിയിട്ട് 1 ഇവിടെ എഴുതാം. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയണം. 9ാം ക്ലാസ് മൈക്ക് ഓൺ ചെയ്യരുത്. 9ാം ക്ലാസ് മൈക്ക് ഓൺ ചെയ്യരുത്. ഇനി അതിനുശേഷം എളുപ്പമാണ്, ഈ കാര്യം വളരെ എളുപ്പമാണ്. അതിനുശേഷം മക്കൾ 10നെ 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. 10നെ അതിന് മുമ്പായിട്ട് ഒരു കാര്യം ചെയ്യുക. ഇവിടെ ഒരു ചെറിയ ബോക്സ് വേറൊരു കളറിലാണ് വരച്ചത്. അതിനെ 2ആയിട്ട് വായിക്കുക. അടുത്തതാണ് നമ്മൾ ജോലി വരുന്നത്. ഈ 10നെ 10 കൊണ്ട് 10 into 10. What is 10 into 10? 100. First. Then 10 into 1. 10. अब ये कर लिए 100. 10 into 10 100. 10 into 1 10. അതെ. ഇനി അടുത്തത് ഇവിടെയുള്ള ഈ 10നെയും ഇവിടെയുള്ള 1നെയും തമ്മിൽ ഗുണിക്കുക. 10 into 1. 10. അപ്പൊ ഇവിടെ 10 എന്ന് എഴുതാം. ഇനി ഇവിടെയുള്ള ഈ 1നെയും ഈ 1നെയും തമ്മിൽ ഗുണിക്കുക. 1 into 1. 1. ശരി. ഇനി നമ്മുടെ ജോലി കഴിഞ്ഞു. ഇനി ജോലി കഴിഞ്ഞിട്ട് എന്താ ജോലി? ഈ 100ഉം 10ഉം കൂടി ആഡ് ചെയ്താൽ എത്രയാണ്? 121. 100 plus 10. 110. അതെ. Then 10 plus 1. 11. അടുത്ത ജോലി. ഇത് ഞാൻ കുറച്ച് സ്പീഡ് പറഞ്ഞുകൊണ്ടാണ്. സ്പീഡ് ചെയ്യാൻ പറ്റും. 110ഉം 11ഉം കൂടി ആഡ് ചെയ്താൽ എത്രയാണ്? 11 square. ഈ ഒരു മെത്തേഡില് നിങ്ങളുടെ സ്ക്വയർ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഇത് കോഹോസ്റ്റായ കുട്ടി വീഡിയോ ഓൺ ചെയ്തിട്ട് ഒന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആർക്കെങ്കിലും വീഡിയോ ഓൺ ചെയ്യില്ല. അതിപ്പോ കോഹോസ്റ്റിന്റെ ആളിപ്പോ എല്ലാം തുറന്ന് ചെയ്യുക. നല്ല ക്ലിയറുള്ള കുട്ടി ഒന്ന് പറയാൻ പറ്റും ഇതെങ്ങനെയാണ് ചെയ്തത്? പറയാം. ഹലോ, ആർക്കും തയ്യാറല്ല? ഞാൻ നിങ്ങൾക്ക് പറയണം. അതിന് നിങ്ങൾ മറുപടി പറയുന്നില്ല. ഇത് ഒന്നുകൂടി ഞാൻ പറയേണ്ടതുണ്ടോ? അപ്പൊ അങ്ങനെ ഒരാളെന്ന് പറഞ്ഞു ഞാൻ എന്താ ചെയ്തത്? നമുക്ക് അവനായിരുന്നു കാണേണ്ടത്. എന്താണ് ആദ്യത്തെ ജോലി? 11 സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? 10 3. 10 സ്പ്ലിറ്റ് ചെയ്തു. ശരി. അതിനുശേഷം ഒരു ബോക്സ് വരച്ചു. ആ ബോക്സിനെ 4 വെള്ളിയാക്കി മാറ്റി. എന്നിട്ടോ 2 സൈഡിലും 10 1 4 ഇവിടെയും 10 1 ഇവിടെയും 10 1. അതിനുശേഷം 10 പിന്നെ അതിനുശേഷം 10 1. അടുത്തത് 10 1 1.
ഇനി ഇതേപോലെയുള്ള ഒരു സംഖ്യ ഞാൻ തന്നാൽ നിങ്ങൾ ചെയ്യുമോ? ചെയ്യുമെങ്കിൽ yes എന്ന് പറയും. Yes. Yes. ചെയ്യും. Yes or Yes. yes? ശരി. അപ്പൊ നിങ്ങളുടെ ചോദ്യം ഇതാണ്. Yes. പെട്ടെന്ന് ആൻസർ ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് കാണിക്കണം. അപ്പൊ എത്ര പേരാണ് ആദ്യം വീഡിയോ ഓൺ ചെയ്ത് കാണിക്കാൻ നോക്കട്ടെ. 12 into 12 ഈ ക്രമത്തിൽ ഒന്ന് ചെയ്ത് കാണിച്ചേ. വീഡിയോ ഓൺ ചെയ്ത് കാണിക്കണം. കഴിഞ്ഞു. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. പെട്ടെന്ന് എല്ലാവരും വീഡിയോ ഓൺ ചെയ്യാം. 12 into 12 എഴുതി കിട്ടിയത് ആ കള്ളി വരച്ചിട്ട് എഴുതി കിട്ടിയത് എന്നെ കാണിക്കുക. വീഡിയോ ഓൺ ചെയ്ത് കാണിക്കുക. അപ്പൊ ആരും ചെയ്തില്ല എന്നർത്ഥമല്ലേ? യെസ്, ആ ഒരാൾ വന്നു. അത് നോട്ട്ബുക്കിലാണ് ചെയ്തത്. ടാബാണ് ഉപയോഗിക്കുന്നത്. വിനായകൻ സർ കഴിഞ്ഞു. ഒന്നിനൊന്ന് കാണിച്ചത് ചെയ്തത് ഒന്ന് കാണിച്ച ആൻസർ മാത്രം ഒന്ന് കാണിച്ചാൽ മതി. നിങ്ങൾ നോട്ട്ബുക്കിലല്ലേ ചെയ്യും? ആ ടാബിലാണോ ചെയ്തത്? നോട്ട്ബുക്ക്. യെസ്, വെരി ഗുഡ്. അതാരാണ്? ഹരിൻദേവ്. ഹരിൻദേവിന്റെ ആൻസർ എത്രയെന്ന് പറയാൻ പറ്റുമോ? ഹരിൻദേവ് ആൻസർ എത്രയാ മോനെ? എത്ര? 144. 144. വെരി ഗുഡ്. 144 റൈറ്റ് ആൻസർ ആണ്. അപ്പൊ ആ 144 കിട്ടിയ മറ്റു കുട്ടികളോട് കാണിച്ചേ. അപ്പൊ ഹരിൻദേവ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് അർത്ഥം. ആ അപ്പൊ ഒരൊറ്റ കുട്ടി മാത്രമേ 144 കിട്ടിയുള്ളൂ. അതെന്താ അങ്ങനെ? എനിക്കും കിട്ടി. കാണിക്കണ്ടേ? കിട്ടിയിട്ടുണ്ടെങ്കിൽ കാണിക്കുന്നുണ്ട്. ഇതാ സാർ എനിക്ക് മുഹമ്മദ് അഫ്ലാസ് മൈക്കിൽ കൂടിയാണ്. അവന്റെ മൈക്കിൽ മാത്രം പ്രശ്നമുണ്ട്. അവര് വേറെ കൂട്ടി വിളിക്കുന്ന മൈക്ക്. ശരി 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 ഓക്കെ. ശരി. അപ്പോ ആദ്യം ഹരിൻദേവ് എനിക്ക് ഈ 12 into 12 ചെയ്ത ആ മോഡൽ ഒന്ന് പറഞ്ഞു തരാമോ? മുഹമ്മദ് അഫ്ലാസ്, ഞാൻ പറയുന്നത് കേൾക്കാമോ മോനെ? യെസ് സാർ. അപ്പൊ എന്റെ മൈക്കിൽ എന്താ പറ്റിയത്? ക്ലാസ് കഴിഞ്ഞാൽ നോക്കണേ. ഫോൺ എന്താ പറ്റിയത്? സാർ ഇപ്പൊ ഞാനല്ല പറഞ്ഞേ. അല്ല മോന്റെ മൈക്കിൽ പ്രശ്നം ഉണ്ട്. അതൊന്നും ശ്രദ്ധിക്കാൻ പറഞ്ഞതാണ്. ഇപ്പൊ പറയുന്നതല്ല പറഞ്ഞത് കേട്ടോ. ഓക്കെ സാർ. ശരി, അത് ശ്രദ്ധിച്ചാൽ അല്പം ചെറിയ പ്രശ്നമായിരിക്കും. അത് കാര്യം കാണിച്ചാൽ മതി. യെസ്, നമുക്ക് ഹരിൻദേവിലേക്ക് പോകാം. ഹരിൻദേവ് ചെയ്ത് ഹരിൻദേവ് നമുക്ക് എങ്ങനെയാണ് ഈ 12 into 12 ചെയ്തത് ഒന്ന് പറയാം. ആദ്യം 12 സ്പ്ലിറ്റ് ചെയ്ത് ശരി, 10 + 2 അങ്ങനെയാണ്. 10 2. ഓക്കെ, ആ 10 2 താഴെ കേട്ടോ. ഓക്കെ, ഓക്കെ. ആ 10 into 10 ഞാൻ വേറെ കളർ ചെയ്തേ. 10 into 10 എത്രയാ? 100. പിന്നെ 10 into 2. 10 into 2 എത്രയാ? 20. അടുത്ത പറയും 2 into 10. 2 into 10 അല്ലെങ്കിൽ 10 into 20. അടുത്തത് 2 into 2. 2 into 2 4 ആണ്. ഇതെല്ലാം കൂടി എന്ത് ചെയ്യാൻ ഇപ്പോ? 100 + 20.
100 plus 20, 120. Okay. 20 plus 4. അത് 24 ആണ്. ഇനി എന്ത് ചെയ്യണം? ഏത് രണ്ടും കൂട്ടുക. ഏതെങ്കിലും കൂട്ടുക. 100 20 24. 144. അതാണ് 12 into 12 144 എന്ന് ഇവിടെ എഴുതുക. Okay, sir. അതായത് കുറച്ചുകൂടി 10 കൊണ്ട് കുടിക്കാൻ നമുക്ക് എളുപ്പമാണല്ലോ അല്ലേ അഭിലാഷേ? സാറേ 11 plus 1 8 കിട്ടുന്നുണ്ട്. പക്ഷെ 10 വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതെവിടെ ഞാൻ മനസ്സിലാക്കി തരാം. അതിന്റെ കൂടുതൽ ചോദ്യം വരുന്ന സമയത്ത് 10 ആയിരിക്കും സൗകര്യം ഞാൻ പറയാം. ശരി, അടുത്ത 169. 169. സഞ്ജന വീഡിയോ നോട്ട് ചെയ്തേ. വീഡിയോ ഓൺ ആണ് സർ. ഇതിന്റെ മുകളിൽ 3 എഴുതി. ഞാൻ ഈ എഴുതിപ്പോൾ കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെയും 10 എഴുതി, ഇവിടെ 3 എഴുതി. ഇനി അടുത്ത ശേഷം 10 into 10 100 എഴുതി ഫസ്റ്റ് കോളത്തില്. 100 എഴുതി. പിന്നെ 10 into 3 30 എഴുതി സെക്കൻഡ് കോളത്തില്. പിന്നെ തൊട്ട് താഴെയുള്ള കോളത്തില് 10 into 3 30 എഴുതി. പിന്നെ അതിന് ശേഷമുള്ള കോളത്തില് 3 into 3 9 എഴുതി. അതിനുശേഷം 100 plus 30 130 കിട്ടി. പിന്നെ 30 plus 9 39 കിട്ടി. അടുത്തത് 30ഉം 39ഉം കൂടെ ആഡ് ചെയ്തപ്പോ 169 കിട്ടി. 169 കിട്ടി. പക്ഷെ ഇത് 8ാം ക്ലാസ്സിൽ മാത്രം NMMS എഴുതാത്ത കുട്ടികളോട് ഇങ്ങനെ പറയാൻ നമ്മൾ പഠിപ്പിക്കുമെങ്കിലും NMMS എഴുതുന്ന കുട്ടികള് സ്ക്വയർ നമ്പേഴ്സ് 1 to 40 ബൈ ഹാർട്ട് പഠിച്ചേ മതിയാണ്. അതിന്റെ ഇടയിലുള്ള ഏതൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞാലും അത് ഇന്ന സംഖ്യയുടെ സ്ക്വയർ ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അവയിൽ നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് തരാം ഇതേ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് 8ാം ക്ലാസ്സിലെ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഇതേ രീതിയിൽ കുറച്ച് ചോദ്യം തരാം. ആ ചോദ്യം മക്കൾ എഴുതി വെച്ചോളൂ. ഓക്കെ അല്ലേ? ഒരു 4-5 ചോദ്യം ഹോംവർക്ക് ആയിട്ട് തരാം. 17 18 19 ഇവയുടെ സ്ക്വയർ നമ്പേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ അയച്ചു ചെയ്ത PDF കൊടുത്തിട്ടുണ്ട്. അത് ഇതേ രീതിയിൽ നിങ്ങൾ കണ്ടെത്തുക. എങ്ങനെയാണ് ഇതിന്റെ സ്ക്വയർ നമ്പേഴ്സ് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്നത്? മക്കൾ ഇന്നത്തെ വർക്ക് അതാണ്. അത് നോക്കി കണ്ടുപിടിക്കുക. അടുത്ത ക്ലാസ് നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അപ്പൊ ഇതിലേക്കുള്ള ഹോംവർക്ക് ഇതാണ്. ഇനി നമുക്ക് വേഗം സാറ്റ് കഴിഞ്ഞിട്ട് സാറ്റിലേക്ക് വരുന്ന ചോദ്യമാണ് ഈ ഒരു സംഭവം പറഞ്ഞത്. ഇനി നമുക്ക് മാറ്റുമായിട്ട് ബന്ധപ്പെട്ട 2-3 ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു മാറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരുന്നത് നമ്പർ സീരീസ് വരും, ഇങ്ങനെ വരും. അപ്പൊ അതിൽ ഇന്നിപ്പോ 2-3 ചോദ്യങ്ങൾ ഞാൻ തരികയാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുക. മാറ്റ് അത് സാറ്റ് കുറച്ചെടുക്കും, പിന്നെ മാറ്റ് അങ്ങനെയാണ് നിങ്ങൾ തോന്നും. ഇത് മാത്രമല്ല, നമുക്ക് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ജൂലൈയിൽ ആയി കഴിഞ്ഞാൽ ധാരാളം കുട്ടികൾ സ്കൂളിന്റെ ടൈമിൽ വരും. ആ സമയത്ത് ഇതെല്ലാം നമ്മൾ ഒന്നുകൂടി എടുക്കും. അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിന്നീട് കിട്ടും എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. ശരി, ചോദ്യം ഇതാണ്. നമ്പർ സീരീസിലെ ചോദ്യം തരാം. എന്തായാലും ചോദ്യം എഴുതിയെത്തു. 0 6 24 60 120 dash. ഇത് കാണുന്നുണ്ടോ നിങ്ങൾ? Yes, sir. Yes. അതിന്റെ ഓപ്ഷൻസ് പിടിച്ചോളൂ. Yes, sir. ഓപ്ഷൻ 160 184
196, 210. ആൻസർ കിട്ടിയവർക്ക് പറയാം. സാർ 184 ആണോ? 184 അല്ല, 196. അതിലുള്ള എല്ലാ ഓപ്ഷനും വിളിച്ചു പറയുകയാണോ? അതിലുള്ള എല്ലാ ഓപ്ഷനും വിളിച്ചു പറയുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ മാറ്റ് ഒരു പ്രാവശ്യം വന്നിരിക്കുന്ന ചോദ്യമാണ്. സാറേ എത്ര? പറയാം. ആൻസർ നമ്മൾ മാർക്ക് ചെയ്യാം. 210 ആണ്. എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. ആൻസർ ഞാനവിടെ മാർക്ക് ചെയ്തു. പക്ഷെ എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾ പറയാം. ചിലപ്പോൾ നിങ്ങൾ 184, 160, 196 ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും വേറെ ഏതെങ്കിലും വഴി. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു നമ്പർ സീരീസിലോ അല്ലെങ്കിൽ നമ്മള് മിസ്സിംഗ് ദ നമ്പർ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചോദ്യകർത്താവ് അവിടെ കണക്കാക്കിയ ഒരു ആൻസർ ഉണ്ടാവും. ആ ആൻസർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാനിവിടെ 200 എന്ന് മാർക്ക് ചെയ്തത്. എങ്ങനെ കിട്ടി എന്ന് ഞാൻ പറയണോ അല്ലെങ്കിൽ നിങ്ങൾ പറയണോ? ഞാൻ പറയാം. എങ്ങനെ കിട്ടി എന്ന് ഞാൻ പറയാം. പറയാൻ ശ്രദ്ധിച്ചു. ഇതെങ്ങനെ കിട്ടുന്നത് അറിയാം. ഈ 3 എന്ന സംഖ്യയെ 3 പ്രാവശ്യം കുറിച്ചാൽ എത്രയാണ്? 27 നിന്ന് നിങ്ങൾ ഒരു 3 കുറച്ചാലോ? 24. ശരി. ഇനി 4 എന്ന സംഖ്യ, ആ 4 എന്ന സംഖ്യയെ 3 പ്രാവശ്യം കുറിച്ചാലോ? 64. 64 നിന്ന് 4 മൈനസ് 60. ഓഹോ, അങ്ങനെയാണെങ്കിൽ 5 എന്ന സംഖ്യയെ 3 തവണ മൾട്ടിപ്പിൾ ചെയ്താലോ? 125. ഓക്കെ, 125 ശരിയാണ്. 125. അതിൽ നിന്ന് 5 മൈനസ് ചെയ്താലോ? 120. എത്ര? 120. ഈ പറഞ്ഞിരിക്കുന്ന 6ഉം ഈ പറഞ്ഞിരിക്കുന്ന 24ഉം ഈ പറഞ്ഞിരിക്കുന്ന 60ഉം ഈ 120 നിങ്ങൾ ഇവിടെ കാണുന്നു. അടുത്തത് ഞാൻ എന്ത് ചെയ്യാം? 6³ - 6. 216 6 = എന്ന സംഖ്യയുടെ ക്യൂബ് എത്രയാണ്? 216. 216 ആണ് കറക്റ്റ്. അതിൽ എത്ര മൈനസ് ചെയ്യണം? 6. എത്ര മൈനസ് ചെയ്യണം? 6 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 210. അപ്പൊ ഈ 0 നമുക്ക് പിടിക്കാൻ 1നെ 3 പ്രാവശ്യം പിടിച്ചാൽ എത്രയാണ്? 1. അതിൽ 1 കുറച്ചാൽ എത്രയാണ്? 0. 1 കുറച്ചാൽ എത്രയാണ്? 0. ശരി. നിങ്ങൾ പഠിക്കേണ്ടതായ കാര്യമാണ് ക്യൂബിക് നമ്പേഴ്സ്
NMMSC പരീക്ഷ എഴുതുന്ന കുട്ടികൾ ക്യൂബ് നമ്പർ പഠിച്ചേ മതിയാവും. ഗണസംഖ്യകളാണ് മലയാളത്തിൽ പറയുക. അത് 12 വരെ പഠിച്ചാൽ അതിന് ടേബിൾ ഞാൻ കഴിഞ്ഞ പഠിച്ച അയച്ചതിന് മുമ്പ് പുതുതായിട്ട് ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ആ ടേബിളും കാര്യങ്ങളും നോട്ട്സും കിട്ടിയിട്ടില്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞാൽ എന്നൊന്ന് വിളിക്കണം. ഞാൻ അയച്ചത് ഒന്ന് കുട്ടിയെന്ന് അയച്ചത്. ശരി, അപ്പൊ ഇത് NMMSC വന്ന ഒരു ചോദ്യമാണ് എന്ന് പരിചയപ്പെടുത്തി. വേറെ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ആ ചോദ്യം ഏതാണെന്ന് നോക്കാം. ഒരു നല്ല രസകരമായ ചോദ്യമാണ്. കണ്ടുപിടിച്ചാൽ വളരെ നല്ലത്. നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. തരട്ടെ? Yes, sir. Yes, sir. Yes, sir. Yes or no? Yes. Yes, sir. Yes. Yes. ചോദ്യം നോട്ട് ചെയ്തോളൂ. ചോദ്യം നോട്ട് ചെയ്തോളൂ. കാണുന്നുണ്ടോ നിങ്ങൾ? ഇല്ലേ? ഇപ്പോഴോ? A+B is equal to 50. B plus C is equal to 70. C plus A is equal to 84. ഒരാളൊന്ന് വായിച്ചത്. A plus B is equal to 50. B plus C is equal to 70. C plus A is equal to 4. ഇവിടെ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്. ഇങ്ങനെയാണെങ്കിൽ A² പ്ലസ് B² എത്രയായിരിക്കുമെന്നും എയും ബിയും സിയും കൂടി കൂട്ടിയാൽ എത്രയായിരിക്കുമെന്നും സി മാത്രമായിട്ട് എത്രയായിരിക്കുമെന്നും നിങ്ങൾ കണ്ടെത്തും. ആ ചോദ്യം ഒരാളുടെ ചോദ്യം ഒന്ന് വായിച്ചു കൊടുത്ത് വീഡിയോ ഓൺ ചെയ്ത് വായിച്ചു കൊടുത്തു കുട്ടി. A plus B is equal to B plus C is equal to 70. C plus A is equal to 84. A square plus B സ്ക്വയറും പിന്നെ A plus സിയും പിന്നെ സിയും കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ചോദ്യം നോട്ട് ചെയ്തോളൂ. ഞാൻ ഈ ബോക്സ് ഒന്ന് റെഡിയാക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലാന്ന് വരുന്നതാണ് ഞാൻ ബോക്സ് എല്ലാ ജീവിതത്തേക്കാൾ പോകുന്നത്. ഇങ്ങനെ കൊടുത്തിട്ട് എന്താ പറ്റുന്ന നോക്കാം. ശരി, അപ്പോഴാണ് ഇത് പോകുന്നത്. അതുകൊണ്ടാണ് കുറച്ചും കൂടെ മതി. ഓക്കെ, എന്തോ പറ്റിയിരിക്കും. നോക്കണം, ക്ലാസ് കഴിഞ്ഞ് നോക്കാം. അപ്പോഴത്തേക്ക് മനസ്സിലാവും. ആൻസർ കിട്ടിയവരുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. ആൻസർ കിട്ടിയെങ്കിൽ ഒന്ന് വിളിച്ചു പറയണേ. ഹലോ, ആൻസർ കിട്ടിയ വിളിച്ചു പറയുമ്പോ yes or no? Yes, sir. Oh. ആവശ്യപ്പെട്ടിട്ടില്ല. അതിന്റെ ആവശ്യപ്പെടാൻ ഓപ്ഷൻ വേണം. ഓപ്ഷൻ വേണോ? അപ്പൊ നിങ്ങളോടുള്ള ഈ ചോദ്യത്തിന് ഞാൻ ഓപ്ഷൻ തരാം.
ഓപ്ഷൻ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ മക്കളെ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ ഓപ്ഷൻ ഞാൻ കുറച്ചുകൂടെ കൊടുക്കുകയാണ്, ഈ സൈഡ് കൊടുക്കുകയാണ്, സ്പേസിലത് കൊടുക്കുകയാണ്. 1348 ആണോ, അതല്ലെങ്കിൽ 1864 ആണോ, അതല്ലെങ്കിൽ 2432 ആണോ, ഓർ 2500 ആണോ? അത് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു മക്കളെ? A plus B plus C. A plus B plus C. ചോദിച്ചാൽ അതിന്റെ ഓപ്ഷൻ എന്താ അവിടെ കൊടുക്കുന്നു? 204 ആണോ, 100 ആണോ, അല്ലെങ്കിൽ 102 ആണോ, അതല്ലെങ്കിൽ 94 ആണോ? അത് നിങ്ങൾ കാണുന്നുണ്ടാവില്ലേ? എന്തോ ചെറിയ പ്രശ്നം പറ്റി കിട്ടിയത് കാണുന്നില്ല സാർ. കാണുന്നില്ല, ഞാൻ നോക്കട്ടെ. എല്ലാവരും കാണുമോ? ഇല്ല. സാറേ അവസാനത്തെ 96. അവസാനത്തെ 94. ഞാൻ പറയുന്നത് കേൾക്കാൻ 94. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഞാൻ കൊടുക്കുന്നു. സാറേ രണ്ടിന്റെ ഓപ്ഷൻ കൂടി പറയുമോ? രണ്ടിന്റെ ഓപ്ഷൻ ഞാൻ ഇവിടെ എഴുതാം മക്കളെ. 204 ഇത് കാണുന്നുണ്ടോ? Yes sir. ഇനി 102 and 94 ഇപ്പൊ കാണുന്നോ മക്കള്? കാണുന്നുണ്ട്. മൂന്നാമത്തത് സി എത്രയാണെന്ന ചോദ്യത്തിന് ഓപ്ഷനാണ്. മൂന്നാമത്തെ സി എന്ന ചോദ്യത്തിന് ഓപ്ഷനാണ് 52, 32, 80 and 44. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് വേണം എനിക്ക് ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ. എന്തായാലും വേണ്ടത് അവിടെ ഉത്തരം കിട്ടുന്നില്ല. കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറയണോ? സാറേ സാറേ എ പ്ലസ് ബി പ്ലസ് സി 102 ആണോ? 102 ആണ്. ശരിയാണ്. ആരാ പറഞ്ഞത്? ഹരിദേവ്. ഹരിദേവൻ ആരാ പറഞ്ഞത്? സ്വന്തം കണ്ടുപിടിച്ച? അല്ലല്ലോ, അല്ല. സ്വന്തം കണ്ടുപിടിച്ച ഹരിദേവ് ആണോ? ആണ്. എന്നാ ശരിയാ. അതായത് എ പ്ലസ് ബി പ്ലസ് സി ഹരിദേവിന് കിട്ടിയത് ശരിയാണ്. എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 102 ഹരിദേവൻ ശരിയാണ്. എന്താ സംശയം? കുറച്ചുകൂടി ഇനി അങ്ങനെയാണെങ്കിൽ ഹരിദേവേ ഈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എത്രയായിരിക്കുമോ? ചെയ്തോണ്ടിരിക്കല. ആ എന്നൊക്കെ സമയക്കൊണ്ടിരിക്കുകയാണ്. ഹരിദേവേ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഓപ്ഷൻ ഒന്ന് വായിച്ചേ. 204. അയ്യേ ഓപ്ഷനോ? അയ്യോ അല്ല, അയ്യാ 1348.
ശരി ഇല്ലേ? മോളൊക്കെ പറഞ്ഞല്ലോ സി കിട്ടിയ അവിടെ സി 52. സി 52 ശരിയാ. ഇതാർക്കെങ്കിലും ഒന്ന് വിവരിച്ചു കൊടുക്കാൻ പറ്റുമോ? എങ്ങനെയാ ഈ 3 ഉത്തരം കിട്ടിയത്? ഈ 3 ആൻസർ എങ്ങനെ കിട്ടി എന്ന് ആർക്കാണ് വിവരിച്ചു കൊടുക്കാൻ പറ്റുക? ആ ഓപ്ഷനില് 52 വെച്ച് മാച്ച് ചെയ്ത് നോക്കുമ്പോ 50 അങ്ങോട്ട് പോയി. അത് വേണ്ട. അങ്ങനെ കണ്ടുപിടിക്കാൻ 52 എടുത്ത് നോക്കുന്നു, അതിനൊന്നും ഒരു സുഖമില്ല. ഇത് ഞാൻ പറയണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒന്ന് CS വേണം. അപ്പൊ ഹരിദേവ് എന്നൊന്ന് സഹായിക്കണം. എന്നൊന്ന് സഹായിക്കണം. ഹരിദേവേ ഓക്കെ അല്ലേ? ഞാൻ മറുപടി പറയണേ. ഹരിദേവേ ഇതിന് എത്ര കിട്ടും പോലെ? 2. അപ്പൊ ഇവിടെ അപ്പൊ അവിടെ 2A. ആ 2A എന്ന് ഞാൻ എഴുതുന്നു. എത്ര ബി ഉണ്ട് മകനെ? 2B. 2B ഉണ്ട്. അപ്പൊ ഞാൻ ഇഷ്ടോട്ട് വന്നാൽ ഞാൻ മറിച്ച് കാണുമല്ലോ. 2B എന്ന് എഴുതുന്നു. എത്ര സി ഉണ്ടോ? 2C. 2C. അപ്പോൾ 2Aയും 2Bയും 2Cയും കൂടി കൂട്ടിയാൽ ഇത് മൊത്തം കിട്ടണ്ടേ അതിന്റെ? Yes. അത് എത്രയാണോ? 2500. ഇതോ 50 കൂട്ടിയാൽ 2500. 204. 204. അങ്ങനെ പറഞ്ഞു. അത് 204. 2Aയും 2Bയും 2Cയും കൂട്ടിയിട്ട് 204 കിട്ടുമെങ്കിൽ 1Aയും 1Bയും 1Cയും കൂട്ടിയത് 102. ഇനി എന്ത് രസം അറിയുക നോക്കോളെ. ഇനി നല്ല രസം നടക്കാൻ പോകണ്ട. എയും ബിയും കൂടി കൂട്ടിയാൽ എത്രയാണുള്ളത്? ഇവരോട് തന്നിട്ടുണ്ട്. എത്ര? 50. 50. അപ്പൊ A+B എന്നതിന് നമുക്ക് 50 എന്നങ്ങോട്ട് കൊടുത്തിട്ട് പ്ലസ് സിയും കൂടി ചേർത്തിട്ട് 102 എന്ന് എഴുതി കഴിഞ്ഞാൽ സി മാത്രം എത്രയായിരിക്കും? 102 മൈനസ് 50. 2 മൈനസ് 52. 52. അപ്പൊ ഒരു ചോദ്യത്തിന് കിട്ടി സി 52. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വീട്ടിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഈ അത് മൈക്കൊന്ന് വീട്ടിലോ മൈക്കൊന്ന് വീട്ടില് സൗണ്ട് കിട്ടുന്നുണ്ടാവല്ലോ. അപ്പോ നിങ്ങൾക്ക് ഈ ചോദ്യം മറ്റു 2 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. A+B+C എത്രയാണെന്നും A² + B² എത്രയാണെന്നും C എത്രയാണ്? C ഇപ്പൊ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 52. ഇത് എങ്ങനെ ആൻസറിനെ നമ്മൾ തന്നിരിക്കുന്നു, അതെങ്ങനെയാണ് ആ ആൻസറിലേക്ക് വന്നത് എന്ന് നിങ്ങൾക്ക് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്കുള്ള മാത്തിൽ വരുന്ന ഒരു ഹോംവർക്ക് കൂടി ഞാൻ തരികയാണ്. അത് മക്കൾ നോട്ട് ചെയ്ത് വെക്കുക. മാത്തിൽ വരുന്ന ഹോംവർക്ക് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെയാണ് എല്ലാവരും? യെസ് ഓർ നോ? ഇന്നത്തെ ക്ലാസ് Yes, sir. Sir. Yes, sir. Yes. Okay. ശരി. ഞാൻ പറയുന്ന ചിത്രം നിങ്ങൾ വായിക്കാം. ചിത്രം വരയ്ക്കാൻ വേണ്ടി സാധിച്ചു. ആദ്യം നമുക്ക് റെക്ടാങ്കിളാണ് വരയ്ക്കാം. എന്തോ വായിക്കാം. ഓക്കെ.
ആ റെക്ടാങ്കിളിനെ വീണ്ടും ഒരു റെക്ടാങ്കിൾ ആക്കി രണ്ടും നടക്കും. ഇപ്പൊ തുല്യമായിട്ട് തോന്നണേ കുഴപ്പമില്ല. ഞാനിവിടെ സ്കെയിലൊന്നും ഇല്ല, തുല്യ ഭാഗമാണ്. അതിനെ നമുക്ക് തുല്യ സ്ക്വയർ ആക്കി മാറ്റാം. ഇതെല്ലാം സ്ക്വയർ ആണെന്ന് തൽക്കാലം വിചാരിക്കുക. നിങ്ങൾ സ്ക്വയർ ആയിട്ട് വരച്ചാൽ മതി. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അളവ് എടുക്കാത്തതുകൊണ്ട് സ്ക്വയർ എല്ലാവർക്കും തോന്നാം. യെസ്, അടുത്ത എന്റെ ചിത്രം നോക്കിക്കോളൂ. ഞാൻ ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു വര, ഇതേ വര ഇവിടുന്ന് ഇങ്ങോട്ടെന്ന് പറയും. വരച്ചു കഴിഞ്ഞാൽ ഏത് പറയും? ഇങ്ങോട്ട് പറയും. ഈ രൂപമാണ് കിട്ടിയത്. നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും. Number of squares in the figure is സാറെ കാണുന്നില്ല. ഇപ്പൊ കാണാം. ഞാൻ അതിനെ പിടിച്ച് വലിച്ചിങ്ങോട്ട് കൊണ്ടുവരിക. ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫിഗർ ഒന്നുകൂടി ഞാനൊന്ന് പിടിച്ച് വലിച്ചിങ്ങോട്ടാക്കുക. Okay. Number of squares in the figure is square. Number of squares in the figure is ഇപ്പൊ ചിത്രം കാണുന്നത് ചോദ്യമാണ്. ഓപ്ഷൻസ് എഴുതിയാണ്. ഓപ്ഷൻസ് ആർ 9, 8, 6, 7. ഈ ചോദ്യത്തിനും നിങ്ങൾ ഇപ്പൊ ആരും വിളിച്ച് പറയുന്നത്. നമുക്ക് ഈ ക്ലാസ് അടുത്ത ക്ലാസ് പറയുമ്പോൾ ഉത്തരം പറയാം. ചിലപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ വീഡിയോ ആയിരുന്നു അത് ഉത്തരം പറയാം. അതിന്റെ ഐഡിയൊന്നുമില്ല. യൂട്യൂബിൽ തന്നെ കമന്റ് ചെയ്താൽ മതി. അപ്പോ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നേരത്തെ സാറ്റിൽ വന്ന ചോദ്യവും ഇപ്പൊ മാറ്റത്തിന്റെ ചോദ്യവും നിങ്ങൾ സ്ക്വയറിന്റെ ആദ്യത്തെ പാഠം നിങ്ങൾക്ക് അയച്ചിരിക്കുന്ന PDF കിട്ടിയിട്ടില്ലെങ്കിൽ വിളിച്ചാൽ മതി. ആ PDF ആദ്യത്തെ സ്ക്വയർ നമ്പേഴ്സിന്റെ 2-3 പേജ് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മക്കള് ക്ലാസ്സിന്റെ സമയമൊക്കെ തലയൊക്കെ അറിയുന്നു. ചില സമയങ്ങളിൽ ഈ മഴയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ക്ലാസ് മാറ്റി വെക്കേണ്ടിയിരിക്കും വരുന്നത്. നെറ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആ സമയത്തൊക്കെ ഗ്രൂപ്പിലൂടെ അറിയിക്കും. ഏതായാലും ഈ ക്ലാസ് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ജൂലൈ മാസം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒന്നുകൂടി അതിന്റെ ഓർഡർ തന്നെ കിട്ടും. ഇപ്പൊ ചെറിയ ചോദ്യം മറ്റുള്ള കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ ഇരിക്കുന്ന സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ മോഡൽ തന്നെ കിട്ടും. ഏതായാലും എന്നെ മിസ്സിക്ക് തയ്യാറാകുന്ന കുട്ടികളെ പ്രത്യേക സന്തോഷം അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാമെങ്കിൽ ചോദിക്കാം. കഴിഞ്ഞ പ്രാവശ്യം വരുമെന്നൊക്കെ പറഞ്ഞത് അത് വിശ്വസനീയമായ കാര്യമൊന്നും കിട്ടിയതല്ല. കിട്ടിയതൊക്കെ ഫോർവേഡ് ചെയ്യുന്നതാണ്. അത് എന്തായാലും പരിപാടിച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം. SSLCയുടെ പരീക്ഷയുടെ ശരിയാണോ പറഞ്ഞത്? അതേപോലെ തന്നെ പരീക്ഷ വരിക. LSS പേപ്പർ വരെ പോയിട്ടേ എടുക്കും. അതുകൊണ്ടാണ് എന്തായാലും എല്ലാവരും നല്ല മാർക്ക് പ്രതീക്ഷിക്കുന്നു. അറിഞ്ഞോ? അറിയിട്ടില്ല. അറിഞ്ഞോ? അറിഞ്ഞൂടാ. ഇല്ല, അതായത് പറഞ്ഞത് അതിങ്ങനെ ആയിട്ടില്ല. കാരണം പല കേന്ദ്രങ്ങളിലൊക്കെ ഇങ്ങനെ റിസൾട്ട് വന്ന് റിസൾട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റാത്ത കേന്ദ്രത്തിൽ വന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഓരോന്ന് കിട്ടിയതിന് ഫോർവേഡ് ചെയ്യുന്നതാണ്. കൃത്യമായ അറിയിപ്പ് സ്കൂൾ വഴിക്ക് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ വേറെ എന്തെങ്കിലും ചോദിക്കാൻ? സർ, കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാമോ?
അതെന്തായിരുന്നു നേരത്തെ പറയുന്നത്? അതൊരു കാര്യം ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ കുട്ടിയുടെ പേരെന്താണ്? അതായത് ഈ ക്ലാസ് കഴിഞ്ഞൊന്ന് വിളിച്ചിട്ട് എന്റെ വാട്സപ്പിലേക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ഏതാണെന്ന് അയച്ചിട്ടുണ്ടാവും. അടുത്ത ക്ലാസ് ഞാൻ പറയാം. ശരി. അപ്പോ നമുക്ക് ലീവ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.